ഏവർക്കും നമസ്കാരം. ഏവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഈ വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ വിഷു സംക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. മീനശനി, ഇടവ വ്യാഴം, കൊലവർഷം 1200, മേടമാസം 1-ാം തീയതി, അതായത് ഇംഗ്ലീഷ് തീയതി 14 ഏപ്രിൽ 2025, തിങ്കളാഴ്ച ഉദയാൽപൂർവം 7 നാഴികയും 17 വിനാഴികയും ചെന്നപ്പോൾ IST പറയുകയാണെങ്കിൽ 3 മണി 23 മിനിറ്റ് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമനിത്യയോഗവും കൂടിയ സമയം. കുംഭം രാശി ഉദിച്ചപ്പോൾ ഭൂമി ഭൂതോദയം കൊണ്ട് മേഷ രവി സംക്രമം. ഈ വർഷത്തെ വിഷുഫലം മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്ര മോശമായ ഒന്നല്ല. പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ വർഷത്തെ. വിഷുവിനൊരു പ്രത്യേകതയുണ്ട്. കാരണം വിഷു കഴിഞ്ഞിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ വ്യാഴം മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രാഹുകേതുക്കളും രാശി മാറുന്നുണ്ട്. ശനിയുടെ പകർച്ച ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വിഷുവിന് തൊട്ട് മുമ്പായിട്ടും വിഷു കഴിഞ്ഞതിന് ശേഷവും പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ പകർച്ച സംഭവിക്കുകയാണ്. നമുക്കറിയാം, വ്യാഴം, ശനി, രാഹുകേതുക്കൾ ഇവയാണ് സാധാരണഗതിയിൽ ഗോചരത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് ഇവയുടെ പകർച്ച വരുമ്പോൾ അതിന് വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഈ വർഷത്തെ വിഷുഫലത്തിൻ്റെ പ്രത്യേകത, വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയത്തിനും വിദ്യയുടെ ഉയർച്ചയ്ക്കും പറ്റിയ വിഷുഫലമാണ്. ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കിൽ കൃഷിയുടെ പുരോഗതി അല്പം കുറഞ്ഞിരിക്കും. പക്ഷെ അതിനെ അപേക്ഷിച്ച് തെക്ക് ദിക്കിൽ കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കും. അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വിഷുഫലം 12 രാശികളുള്ളതിൽ ഏറെക്കുറെ രാശികൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാശികൾക്കും ഗുണഫലം നൽകുന്ന ഒന്നാണ്. ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്ക് മകമുണ്ട്, പൂരമുണ്ട്, ഉത്രത്തിൻ്റെ ആദ്യ പാദമുണ്ട്. അപ്പൊ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് ഇപ്പോൾ വളരെ അനുകൂലമാണ്. 10-ലെ വ്യാഴം ഇപ്പോൾ 11-ലേക്ക് വരും. ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ ശനി അഷ്ടമത്തിൽ വന്നിട്ടുണ്ട്. രാഹുകേതുക്കൾ എന്ന് പറയുമ്പോൾ 8-ൽ രാഹുവും 2-ൽ കേതുവുള്ള കാലഘട്ടമാണ്. അപ്പൊ ഇത് മാറിയിട്ട് രാഹു 7-ലേക്കും കേതു ഇപ്പോൾ ലഗ്നത്തിലേക്കും വരും. പിന്നെ വ്യാഴത്തിന്റെ സ്ഥിതി 11-ലേക്ക് വരുന്നത് 12 വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന വളരെ നന്മയുള്ള ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവർക്ക് അത്ര ഗുണമൊന്നും അല്ലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നേർ വിപരീതമായിട്ട് കുതിച്ചുയരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് ഗുണങ്ങളും ഐശ്വര്യങ്ങളും ശ്രേഷ്ഠതയും ഒക്കെ ലഭിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 11-ൽ വ്യാഴം വരികയാണല്ലോ. ഈ 11-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ മഹാമേരു പോലെ ഉറച്ചു നിന്ന് എല്ലാ ദുരിതത്തിനെയും പ്രതിരോധിക്കുന്ന അത്രയും ശക്തമായ ഒരു സാഹചര്യമാണ് ഈ 11-ലെ വ്യാഴമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവരെ കാത്തിരിക്കുന്നു എന്ന് പറയണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഗുണങ്ങൾ അധികരിക്കും. എഴുതുന്ന പരീക്ഷകളിലൊക്കെ മികച്ച വിജയം ഉണ്ടാകും. വിവാഹം നോക്കുന്നവർക്ക് വളരെ നല്ല ബന്ധം കിട്ടും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഗുണങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ മതിമറക്കരുത്. കാരണം രാഹുകേതുക്കൾ ലഗ്നത്തിലും 7-ലുമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനാൽ തന്നെ കുടുംബ ബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് രോഗാദി അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ദാമ്പത്യ കലഹങ്ങൾ, ചർമ്മരോഗങ്ങൾ ഇവയൊക്കെ ഈ രാഹുകേതുക്കളുടെ സ്ഥിതി കൊണ്ടുണ്ടാകാം. അതുകൊണ്ട് സർപ്പദൈവങ്ങളെയും ഗണപതിയെയും മഹാദേവനെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളണം. ഇവർക്ക് ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ കൈകാൽ കഴപ്പ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ രാഹുകേതുക്കൾ ലഗ്നത്തിൽ 7-ലുമായിട്ട് നിൽക്കുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.